ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്ന് ഞാനും അച്ഛനും സഞ്ജുവും കൂടെ ഡെക്കാത്തലോൺ പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ സഞ്ജു എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. വരുമ്പോൾ സഞ്ജു ജോയിൻ ചെയ്യും. നമ്മൾ മൂന്നുപേരും കൂടെ കാറിൽ പോകാൻ. ആദ്യം ഞാൻ അച്ഛനും പോകാൻ പ്ലാൻ. പിന്നെ ആലോചിച്ചപ്പോൾ നമുക്ക് സഞ്ജുവിനെ കൂടെ വിളിച്ചാലോ, സഞ്ജു ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ മൂന്നുപേരും കൂടെ പോവാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ പോവാണ്. ആള് വന്നെന്ന് തോന്നുന്നു. അങ്ങനെ സഞ്ജു എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ പോവാനോ? ഡിക്കാത്തലോൺ. ആ, അച്ഛൻ കാർ എടുത്തു. അപ്പോൾ നമുക്ക് പോയാലോ? ഞാൻ കളിക്കാൻ പോയേക്കായിരുന്നു ക്രിക്കറ്റ് ചേട്ടൻ്റെ ഒപ്പം. എല്ലാ കളിയും ജയിച്ചു. വാ നമുക്ക് പോവാന്നാ. ആ ബാ. അയ്യോ കളിച്ച. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഡിക്കാത്തലോൺ എത്തി. ഞങ്ങൾ ഡിക്കാത്തലോൺ കളമശ്ശേരിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഡെക്കാത്തലോൺ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തു. ദേ ഡാഡി ഉണ്ട്, സഞ്ജു ഉണ്ട്. ഡാഡി ഫൈനലി ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു മെയ് തൊട്ട്. അല്ലേ അച്ഛാ? അതെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനാണ് ശരിക്കും ഡെക്കാത്തലോൺ വന്നത്. എന്താണ് സഞ്ജുവിന് പറയാനുള്ളത്? അതെ, ഞാൻ ഡിക്കാത്തലോണിൽ ആദ്യമായിട്ട് വന്നേക്കുന്നതുകൊണ്ട് ഭയങ്കര ഈ ടോപ്പിക്കിനെ പറ്റി ഈ ടോപ്പിക്കിനെ പറ്റി. ഓക്കെ, ഏത് ടോപ്പിക്കിനെ പറ്റി? ഡിക്കാത്തലോണിൽ വന്നതിന്റെ ടോപ്പിക്കാണോ? ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഉള്ളിൽ പോവാം. മാധു, എനിക്ക് മറ്റേ ഡ്രിങ്ക് വാങ്ങി തരൂ. എന്ത് ഡ്രിങ്ക്? എനർജി ഡ്രിങ്ക്. ആ, നമുക്ക് ബില്ലടിക്കുമ്പോൾ എടുക്കാം. ഡാഡി അപ്പൊ തന്നെ എന്തൊക്കെയോ എടുക്കാൻ പോയിട്ടുണ്ട്. ഈ റെഡ് ഓക്കെ ഹാർഡായിട്ടുള്ളത് ഏതാ? റെഡ് ആണോ? റെഡ്. അത് പക്ഷേ ഒട്ടും പറ്റില്ല കേട്ടോ. റെഡ് വേണ്ട. റെഡ് വേണ്ട. റെഡ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഓഫീസിലേക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നേരാം. റെഡ് ഇത് ഒട്ടുമില്ല. ഇത് മീഡിയം. അതാ മീഡിയം. അടുത്തായി ഇത് യെല്ലോ മീഡിയം. ഗ്രീനേക്കാളും കുറച്ചും കൂടെ ഹാർഡാ. ഇത് എന്തിനാ ലേഡീസിന്റെ സ്വിമ്മിങ് സെഷനിൽ വന്നിരിക്കുന്നത്? നിങ്ങളോട് നിന്നോണ്ട്. അല്ലാണ്ട് എനിക്ക് എന്തിനാ ലേഡീസിന്റെ സ്വിമ്മിങ് നോക്കേണ്ട ആവശ്യം? ഇത് നല്ല ഡ്രസ്സാണല്ലോ. ജെന്റ്സിന്റെ ആണോ? ആയിരിക്കും. അല്ല, ലേഡീസ്. ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ കാർട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഉദ്ദേശിച്ച സാധനം ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. ഇതെല്ലാം തന്നെ കേട്ടോ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാർട്സിനും കിട്ടും. ഫോർ എക്സാമ്പിൾ പിന്നെ മേടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇത് ഹാർഡാ. മാധു, നിനക്ക് നല്ലതായിരിക്കും. എനിക്കോ? ആ, നിനക്ക് ഇഷ്യൂസ് തന്നെയുണ്ട്. ഇത് ഇങ്ങനെ മുട്ടിലിട്ടിട്ട് കാലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് മസിൽസ് സ്ട്രെങ്ത് ആവും. ഇത് നല്ലതാണോ? ഇത് നല്ലതാ, ബോത്താണ്. നിനക്ക് യൂസ് ആയിരിക്കും. പക്ഷെ പൈസ ഇത്രയും സാധനങ്ങള് ചെയ്യാലോ. ഇത് ഭയങ്കര യൂസാ. നീ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലതായിരിക്കും. സ്കോട്ട് ചെയ്യാനൊക്കെ നല്ലതല്ലേ? എല്ലാം ഇത് സ്കോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചെടുത്ത് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് പല വേരിയൻസിലുണ്ടല്ലോ. ഏതെല്ലാം ഒരെണ്ണം നമുക്ക് എടുക്കാം. ഞങ്ങളങ്ങനെ 2 റെസ്റ്റ് ബാൻഡ് എടുത്തിട്ടുണ്ട് ഡേഡിക്ക്. കാലിന്റെ നോക്കുവാണ്. നമുക്ക് നോക്കാം എന്താ മേടിക്കാം. പിന്നെ ലെഗിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് എനിക്ക് ഓവർ ലെഗ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ റേറ്റ് എടുക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യാൻ പോവാ? എനിക്കത് ഇരിക്കണമെന്നുണ്ട്. ഏതില്? ഈ ചെറുക്കന് ഇടിക്കണ സാധനത്തിന്മേ ഇവൾക്ക് ഇടിക്കണം എന്നാണ് പറയണത്. നമുക്ക് നോക്കി നോക്കാം. എന്തിന്? എന്തിനാ? എനിക്ക് നീ ആണെന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നല്ല ഇടിയോട് വേണം. എന്നാ ഇടിച്ചേ നോക്കട്ടെ. ഇടിച്ചേ. ചെയ്യുമല്ലേ? ഇടിച്ചോ, പോയി ഇടിച്ചോ. പാവം. അതെ, ഇടിച്ചോ. കൊച്ചക്കമ്മ അനങ്ങില്ല അല്ലേ? ഇല്ലില്ല. ഈ സൈഡാ? ഈ സൈഡ് എവിടെ സോഫ്റ്റ്? അതെവിടെ? നീ ഇടിച്ചോ. നിനക്ക് ഇടിക്കാനുള്ള തോന്നിട്ട് ഇടിച്ചോ. നല്ല വേനട് കൂട്ടാ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെയോ എടുത്തു. ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാം എന്തൊക്കെയാ ഞാൻ എടുത്തേക്കുന്നേ. ഇനി എന്താ അടുത്ത പ്ലാൻ? അറിയില്ല. ഇനി എന്താ അടുത്ത പ്ലാൻ? നോക്കാം. പോണ വഴിക്ക് കാണുന്ന പോലെ എടുക്കാം. ബാഗ് വേണോ? എനിക്ക് ഡ്രിങ്ക് വാങ്ങി തരോ? അതാ ബില്ലടിക്കാൻ ടൈമിൽ നമുക്ക് എടുക്കാം.
നമ്മളെ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഷർട്ട്സ് എടുക്കുന്നുണ്ട്. മമ്മി ഡോണ്ട് നോ. നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അമ്മ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. എവിടെ എൻ്റെ വണ്ടി? അതിലിടണം. എന്താണ് സഞ്ജു പരിപാടി? എന്താണ് സഞ്ജു പരിപാടി? ഓ, ബാസ്കറ്റ് ബോൾ. ഇനി നീ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണോ? അല്ല, പക്ഷെ ഞാൻ ബാസ്കറ്റ് ബോളും കളിക്കും. എന്നാ പോയി ചെയ്ത് നോക്ക്. സഞ്ജു ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എന്താവോന്ന് എന്തോ. എല്ലാം അറിയാന്നുള്ള പോലെയൊക്കെ ചെയ്യണ്ട്. എന്താവോ അത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഇട്. അയ്യേ, കിട്ടിയില്ല. കീഴടങ്ങിയോ? ഇല്ലില്ല, ഇല്ല, വീഴ്ത്തിരിക്കും. തലയിൽ ഇടരുത് ആരുടെ. ബോള് മാറിയതാടാ ഇപ്പൊ. ബോള് ആയിരുന്നു. ഓക്കെ, ഇട്. അത് ഞാൻ വീഴ്ത്തിയടാ. ഞാനാ ഈ കുരിപ്പോ നിന്നിടയില് എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചെയ്യാൻ പോവാ. ഞാൻ ട്രൈ ചെയ്തോക്കെ. എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം അടി 2 പ്രാവശ്യം കുത്തിക്ക്, എന്നാലേ ഇത് ഇങ്ങനെയാണെന്നൊക്കെ അറിയുള്ളൂ. ഫ്രണ്ടിനുള്ള വ്യൂ നോക്കട്ടെ. അവിടെ കഷ്ടപ്പെട്ട് ഒന്നും നടന്നില്ല. അതേ നീങ്ങി എന്തോ കഷ്ടപ്പെട്ടു. ഞാൻ ഒരൊറ്റ ബോൾ അതാണ് മൈൻഡ്. അതെങ്ങനെ മൈൻഡ് പ്ലാനിങ് ആവണേ? എന്ത് ആംഗിളിൽ നിന്ന് എറിഞ്ഞിട്ട് വേണോ അങ്ങനെ എറിയാന്നൊക്കെ ഒരു പ്ലാൻ നമ്മൾ ചെയ്യും. ഞാൻ അതെ ഇത് ഫസ്റ്റിന് വീഴ്ത്തിട്ടുള്ള കാര്യം പിടിച്ചേ മോനേടാ തന്നെ ഒരു ബോള് അതിന്ന് എടുക്ക്. ചെയ്യ. ലാസ്റ്റ് ചാൻസ്. അത് ആദ്യം അവിടെ പോയി കൊള്ളിക്കണം. തോറ്റു. കമോൺ. ഡാഡി ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ എന്റെ തല. അച്ഛന്റെ സൈഡിലുണ്ട് ബോള്. എന്നാ അതിട്. ഞാൻ ഒറ്റ ബോളിലിട്ട്. അതറിയാവോ? അതാണ് എന്റെ ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാ. കൊള്ളാം. തിരിച്ചു കൈൻഡ് ഓഫ് അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. അതിൽ ബ്ലാക്ക് ഇട്ടാ ഇത് കോമൺ കളർ അല്ലല്ലോ. പെട്ടെന്ന് ഇടുമ്പോ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കും. ബ്ലാക്ക് പിന്നെ എല്ലായിടത്തും എല്ലാ ആൾക്കാർക്കും ഉള്ളതല്ലേ. ഇത് കൊള്ളാം. ഞാൻ അങ്ങനെ കണ്ണാടി ട്രൈ ചെയ്ത് നോക്കി. കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതല്ലേ ഞാൻ ഇടുമ്പോഴല്ലേ ഭംഗി? അതെ, ആരിടുമ്പോ ഭംഗി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് മോമിക്ക് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് ഡേഡി പറയുന്നത്. ചിലപ്പോ അച്ഛൻ തന്നെ എടുക്കും. ഒരെണ്ണം എടുക്കണുള്ളൂ. എന്താ ഫുഡ് കണ്ടപ്പോ അതിന്റെ പുറകെ പോയാ? 499 ഉള്ളൂ. ഞാനിത് തണുപ്പത്തൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കൊടുക്കേണ്ടി വരും. ഇപ്പൊ ചൂടത്തെടുത്തിട്ട് നമ്മൾ തണുപ്പത്തിടും. ഇത് ഏതാ സൈസ്? ഫ്രഷ് തോട്ട് ക്ലിയറൻസ് സെയിൽ പിന്നെ വെച്ചേക്കണം എന്തിനാ? അയ്യോ, ഇത് ഭയങ്കര ചെറുതാ. കളിക്കാൻ പോവാൻ നീ ഇപ്പഴല്ലേ കുറച്ച് മുന്നേ മണിക്കൂറുകൾക്ക് മുന്നേ അല്ലേ ഒരു ബാറ്റ് ബോൾ മേടിച്ചത്? എടുത്ത് പിടിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലി കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത് നിനക്ക് അത് എനിക്ക് പറ്റുള്ളൂ. ഒരാള് ബാറ്റ് പിടിക്കണതൊക്കെ ഇതൊന്നും മറ്റേ ഇതിടാൻ പോണോ നീ? പങ്കായെന്ന് വേണം. ഇങ്ങനെയല്ല, എനിക്കറിയാം. ഇങ്ങനെ ഇങ്ങനല്ല അല്ല ഞാൻ കാണിച്ചാ. നീ നല്ല ഇത് വെച്ച് അടിക്കി. ലാസ്റ്റ്
അങ്ങനെ ഡീക്കാത്തലോണിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ ബില്ലായിട്ട് മധു ഇറങ്ങിയിട്ടുണ്ട്. കൈ നിറച്ച് സാധനങ്ങള്. ഭയങ്കര ചൂട്. അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഒരുമാതിരി ആവി എങ്ങനെയുണ്ട് മധു? ചൂടൊക്കെ തണുപ്പുണ്ടോ? ക്ലൈമറ്റ് നല്ല ഭയങ്കര തണുപ്പായിട്ടേ ഒരു ഹുഡി വാങ്ങി തരട്ടെ? ഒരു ഹുഡി വാങ്ങിത്താ. ഈ ടീഷർട്ട് ഇട്ടിട്ടേ തണുത്തിട്ട് പാടില്ല. ഞാൻ ഹുഡി വാങ്ങി തരട്ടെ ഇവിടെ നിന്ന്? വിത്ത് പ്ലഷർ. പ്ലഷർ സ്കൂട്ടർ ആണോ? എന്താണ് ഓടിക്കാൻ അങ്ങോട്ട് വണ്ടി? പണിയെടുക്കുന്ന യുവ തൊഴിലാളി അങ്ങനെ. അതെ, അത് സത്യം. കാല് വയ്യാത്ത കുട്ടീനെ കൊണ്ട്. കാല് വയ്യാത്ത കുട്ടിയാ? അതെ. എന്റെ മോനെ കൊഴപ്പില്ല, ഞാൻ പിടിക്കാൻ മധു. എവിടെ ആര് പറയാൻ? കാലെല്ലാം കണ്ടൊരു ഉറുമ്പ് അടിച്ച് എന്തോ ഇത്തിരി ഷോ. ഉറുമ്പ് അടിച്ചിട്ടാണല്ലോ ഞാൻ പിന്നെ MRI എടുക്കാൻ പോയത്. ഉറുമ്പ് അടിച്ചിട്ടോ. നോട്ട് ദ പോയിന്റ്. അങ്ങനെ ഡീക്കാത്തലോണിന്നൊക്കെ നമ്മളിപ്പോ ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ജ്യൂസ് കുടിക്കുന്നു. ജ്യൂസ് ഞാനിപ്പോ കാറിൽ നിന്ന് കുടിക്കും. ഞാനും. അപ്പം ഞങ്ങളുടെ ഡെക്കാത്തലോൺ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് മാത്രം, എനിക്ക് അവകാശപ്പെട്ടത് മാത്രം ഞാൻ എടുത്തു. ബാക്കിയൊക്കെ ഓരോരുത്തരുടെ ആണല്ലോ. അത് ശങ്കുനും അമ്മയും കുറിച്ച് തീർത്തോളൂ. അപ്പൊ നീ നേരത്തെ നിന്റെ നാളെ നീ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്? എന്റെ കുപ്പിയോടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. എന്റെ പങ്ക് കഴിഞ്ഞ് ഞാൻ വെച്ചു. ഞാൻ ആരൊക്കെയാന്ന് വെച്ചാൽ കുടിച്ചാലും അപ്പൊ എത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും.